ചില നമ്പറുകൾ വെറും അക്കങ്ങൾ മാത്രമല്ല, അവ നമ്മളെ പല ഓർമ്മകളിലേക്കും ഒരുപക്ഷെ നഷ്ടപ്പെട്ട സൗഹൃദങ്ങളിലേക്കും തിരികെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പാലമാണ്. അവൾ പഴയൊരു മരപ്പെട്ടി തുറക്കുന്നു. അതിൽ നിന്ന് ഒരു പഴയ ഡയറി എടുക്കുന്നു. അതിന്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ വിവേകിനൊപ്പമുള്ള ഒരു പഴയ ഫോട്ടോ താഴെ വീഴുന്നു. അവൾ ഫോട്ടോയിലേക്ക് നോക്കി, ഒരു പുഞ്ചിരിയോടെ. വിവേക്. അവൻ ഡയറിയിലെ ഒരു പേജിൽ എഴുതിയിരിക്കുന്ന നമ്പർ ശ്രദ്ധിക്കുന്നു. ആ നമ്പറിലെ അവസാന അക്കം മാഞ്ഞുപോയിരിക്കുന്നു. വിവേക് വിദേശത്തേക്ക് പോകുമ്പോൾ തന്ന നമ്പർ. എന്റെ ഓർമ്മയിൽ അവസാന അക്കം 7 ആയിരുന്നു. പക്ഷേ ഇവിടെ ഡയറിയിൽ അത് വ്യക്തമല്ല. വർഷങ്ങളായി അവനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടു കഴിഞ്ഞില്ല. ഈ നമ്പറായിരുന്നു ഏക പ്രതീക്ഷ. അവൾ ഫോണെടുത്ത് ഡയലർ തുറക്കുന്നു. സംശയത്തോടെ അവൾ 0 എന്ന അക്കം അവസാനമായി ചേർത്ത് ഡയൽ ചെയ്യുന്നു. ഫോൺ റിംഗ് ചെയ്യുന്നു. പക്ഷേ ആ കോൾ എടുത്തത് ഒരു സ്ത്രീയായിരുന്നു. ഹലോ, സാറാമ്മ ടീച്ചറാണ്. ആരാണ്? അവൾ. ഹലോ, ഇത് വിവേകിന്റെ നമ്പറല്ലേ? വിവേക് എന്ന ഒരാളുടെ നമ്പറാണ് ഞാൻ അന്വേഷിക്കുന്നത്. സാറാമ്മ ടീച്ചർ. മോളെ, ഈ നമ്പർ എന്റെയാണ്. വിവേകോ? എനിക്കങ്ങനെ ആരെയും അറിയില്ലല്ലോ. ഒരുപക്ഷെ നമ്പർ മാറിയതാവാം. അവൾ സങ്കടത്തോടെ. സോറി ടീച്ചർ, ക്ഷമിക്കണം. അവൾ നിരാശയോടെ ഫോൺ വയ്ക്കുന്നു. അവൾ അടുത്ത അക്കം 1 ചേർത്ത് ഡയൽ ചെയ്തു. ഫോൺ റിംഗ് ചെയ്യുന്നു. ഒരു പുരുഷ ശബ്ദമായിരുന്നു. ഹലോ, റോയ് ആണോ? അവൾ. ഹലോ സാർ, ഇത് വിവേകിന്റെ നമ്പറല്ലേ? വിവേക് എന്ന ഒരാളുടെ നമ്പറാണ് ഞാൻ അന്വേഷിക്കുന്നത്. അയാൾ അവളോട് പറഞ്ഞു. വിവേക്? എനിക്ക് വിവേക് എന്ന പേരുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അവൻ വർഷങ്ങൾക്ക് മുൻപ് എന്റെ അടുത്ത് ചിത്രരചന പഠിക്കാൻ വന്നിരുന്നു. പക്ഷെ അവൻ കുറച്ചുകാലം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയെന്നാണ് കേട്ടത്. ഈ നമ്പർ എന്റെ സ്റ്റുഡിയോയിലെ നമ്പറാണ്. അവൻ എന്റെ അടുത്ത് പഠിച്ചിരുന്ന സമയത്ത് ഈ നമ്പർ ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. അവൾ. ഓ, എങ്കിലിത് വേറെ വിവേക് ആയിരിക്കും. ക്ഷമിക്കണം സാർ. അവൾ നിരാശയോടെ ഫോൺ വെക്കുന്നു. അവൻ അടുത്തയക്കം 2 ചേർത്ത് ഡയൽ ചെയ്യുന്നു. ഇത് ഓരോ അക്കങ്ങൾക്ക് 3, 4, 5, 6 ആവർത്തിക്കുന്നു. ഓരോ തവണയും ഓരോ പുതിയ കഥാപാത്രങ്ങൾ ഫോൺ എടുക്കുന്നു. പക്ഷേ വിവേകിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഓരോ കോളിന് ശേഷവും അവളുടെ മുഖത്ത് നിരാശയും നിസ്സഹായതയും കൂടുന്നു. അവസാന അക്കം 7 ഡയൽ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവൾ ഒന്ന് മടിക്കുന്നു. ഇത് തന്റെ പ്രതീക്ഷയുടെ അവസാന ശ്രമമാണെന്ന് അവൾക്കറിയാം. അവളുടെ മനസ്സ് പറഞ്ഞു, ഈ അക്കമായിരിക്കും ശരി. പക്ഷേ അതേസമയം ഈ അക്കവും തെറ്റാണെങ്കിൽ ആ പ്രതീക്ഷ ഇല്ലാതാകുന്നത് എങ്ങനെ സഹിക്കും? അവൾ ധൈര്യം സംഭരിച്ച് 7 എന്ന അക്കം ഡയൽ ചെയ്യുന്നു. ഫോൺ റിംഗ് ചെയ്യുന്നു. അപ്പുറത്തു നിന്ന് ഒരു സ്ത്രീ ശബ്ദം. മറിയാമ്മ എന്നൊരു സ്ത്രീയായിരുന്നു ഫോൺ എടുത്തത്. ഹലോ, കനീഫ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് സംസാരിക്കുന്നത്. അവൾ ഞെട്ടുന്നു. അവളുടെ പ്രതീക്ഷ അസ്തമിക്കുന്നു. അവൾ ആശ്ചര്യത്തോടെ ചാരിറ്റബിൾ ട്രസ്റ്റോ? ഞാൻ വിവേക് എന്നൊരാളെ അന്വേഷിക്കുകയായിരുന്നു. ഈ നമ്പർ വിവേകിൻ്റെതാണെന്ന് കരുതി. മറിയാമ്മ. വിവേകോ? ഓ, നിങ്ങൾ വിവേക് മോനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഇത് അവന്റെ പേരിലുള്ള ട്രസ്റ്റാണ്. അവളുടെ മുഖത്ത് അമ്പരപ്പ്. അവളുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ നിറയുന്നു. അവന്റെ പേരിലുള്ള ട്രസ്റ്റോ? അവൻ എന്തുപറ്റി? മറിയാമ്മ. വിവേക് മോൻ ഞങ്ങളെ വിട്ടുപോയിട്ട് വർഷങ്ങളായി. അവൻ വിദേശത്ത് വെച്ച് ഒരപകടത്തിൽ മരിക്കുകയായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ഓർമ്മയ്ക്കായി തുടങ്ങിയതാണ് ഈ ട്രസ്റ്റ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ പഠനത്തിനു വേണ്ടിയാണിത്. അവൾ നിശ്ചലമായി നിൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. അവളുടെ കയ്യിലെ ഫോട്ടോയിലേക്ക് അവൾ നോക്കുന്നു. വിവേകിന്റെ ചിരിക്കുന്ന മുഖം. ആ അമ്മ അവളോട് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചില്ലല്ലോ? അവളുടെ വാക്കുകൾ ഇടറിത്തുടങ്ങി. ഞാൻ അവന്റെ കൂട്ടുകാരിയാണ്. എന്റെ പേര് മോയിഷ. മറിയമ്മ. അയ്യോ, വിവേക് മോൻ ഇപ്പോഴും പറയുമായിരുന്നു. അവളുടെ ശബ്ദം ഇടറിത്തുടങ്ങി.
എനിക്ക് അവനെ ഒരു നോക്കു കാണാൻ പോലും പറ്റിയില്ലല്ലോ. മറിയാമ്മ: മോൾ വിഷമിക്കരുത്. അവൻ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൾ കണ്ണുകൾ തുടയ്ക്കുന്നു. മാഡം, എനിക്ക് ഈ ട്രസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്യാം. മറിയാമ്മ: അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. വിവേക് മോൻ മരിച്ചിട്ടും അവനിലൂടെ പലരുടെയും ജീവിതത്തിൽ വെളിച്ചമെത്തുന്നുണ്ട്. അവൾ ഫോൺ വെക്കുന്നു. അവൾ വീണ്ടും വിവേകിന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ കണ്ണുകളിൽ സങ്കടത്തോടൊപ്പം ഒരു പുത്തൻ ദൃഢനിശ്ചയം കൂടിയുണ്ട്. ചിലപ്പോൾ നമ്മൾ തേടിപ്പോകുന്ന ഉത്തരം പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. പക്ഷേ ആ യാത്ര നമ്മളെ എത്തിക്കുന്നത് പുതിയൊരു ലോകത്തേക്കായിരിക്കും. വിവേക് എന്റെ ജീവിതത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയെന്ന് ഞാൻ അറിഞ്ഞ നിമിഷം വേദനിച്ചെങ്കിലും അവൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകി ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. ഇനി എന്റെ കൂടെ അവനുണ്ടാവും ഈ ടെസ്റ്റിലൂടെ. അവൾ ഫോൺ എടുത്ത് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നമ്പർ സേവ് ചെയ്യുന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ പുതിയൊരു ലക്ഷ്യബോധത്തോടെ കട്ടിലിലേക്ക് ചാടിയിരുന്നു. സൗഹൃദം ഒരിക്കലും മരിക്കുന്നില്ല. അത് പുതിയ രൂപത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്നു.